പനീർ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുന്നും പനീർ റെസിപ്പീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് കമൻസിൽ ഇങ്ങനെ വരാറുണ്ട്, എന്തോ പനീർ അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കാണാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ പനീർ എയർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഒന്ന് പനീർ ഫ്രൈ, പിന്നെ ഇതേപോലെ ചീരയും മുട്ടയും തേങ്ങയും എല്ലാം കൂടെ വെച്ചത്, പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്ന് അത്യാവശ്യം വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ പൊതുവെ അരിയാഹാരം ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചോറ് എപ്പോഴും വെക്കാറില്ല കേട്ടോ, എല്ലാ ദിവസമൊന്നും വെക്കാറില്ല. അപ്പോൾ വെക്കുന്ന അന്ന് അത്യാവശ്യം നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് റൈസും ബാക്കി കുറേ കറികളൊക്കെ ആയിട്ടാണ് കഴിക്കുക. നമ്മൾ അന്ന് കുറച്ച് ബ്ലാക്ക് ബെറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രോസൺ ബ്ലാക്ക് ബെറീസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു സ്വീറ്റ് ആയിട്ട് കൂടെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടുള്ള എൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. ഇതിൻ്റെ കൂടെ ചീസും ബ്ലാക്ക് ബെറീസും മിൽക്ക് മെയ്ഡുമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്ര നല്ലൊരു ഹെൽത്തി ഓപ്ഷനൊന്നും അല്ല ഇത്. പക്ഷേ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് സ്വീറ്റൊക്കെ കഴിക്കാൻ ഒരു ക്രേവിങ്സ് വരുമ്പോൾ ഇതേപോലെ ഒരു സ്പൂണൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഞങ്ങളിത് 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ തീർക്കാറ്. ഈ കുഞ്ഞു ബൗൾ ഉണ്ടാക്കി വെച്ചാലും അത് അങ്ങനെ തന്നെ ഫുള്ളെടുത്ത് കഴിക്കില്ല. ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്രീം ചീസ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ചീസ് കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ഒരു ഫ്രൂട്ട് യോഗട്ടൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ ഈ ഷേക്കൊക്കെ കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് നട്ട്സ് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ ബൈറ്റിലും അല്ലെങ്കിൽ ഓരോ സ്പൂണിലും അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതാണ് നമ്മുടെ വിഭവസമൃദ്ധമായ ഊണ്. ആക്ച്വലി പണ്ട് വീട്ടിലെ അമ്മ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുറേ കറികളൊക്കെ ആയിട്ട് ഒരു ഊണുണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. എപ്പോഴും ഞാൻ ഇതേപോലെ കുറേ കറിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, ചിലപ്പോൾ ഒരു കറി മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ ഇവിടെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് മൂവിയൊക്കെ കാണാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിലോട്ട് പോകുന്നത്. ഹിന്ദിപ്പടം ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രിയദർശൻ മൂവി ആയതുകൊണ്ടാട്ടോ ഞാൻ പോയത്. അക്ഷയ് കുമാറിൻ്റെ ഭൂത് ബംഗ്ല എന്ന് പറയുന്ന ഒരു കോമഡി ഹൊറർ മൂവി ആയിരുന്നു. പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് വെച്ച് പിടിച്ച് നടന്നു കേട്ടോ.